ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, സിന്ദൂർ 2.0 എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ആ, വലിയൊരു ബഹിരാകാശ യുദ്ധമാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. അത് ജപ്പാന്റെ ഒഫീഷ്യൽ ഗവൺമെന്റിന് കീഴിലുള്ള സൈനിക റിസർച്ച് സ്ഥാപനമായിട്ടുള്ള നിറ്റ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സിസ്റ്റം, അവരാണ് പുറത്തുവിട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വേറൊരു അപ്ഡേറ്റ് ഇതിൽ വന്നിരിക്കുകയാണ്. ഈ അപ്ഡേറ്റ് വരുമ്പോൾ പാകിസ്ഥാനിൽ ഒരു ഗതി കൂടെ പറഞ്ഞ് നമുക്ക് പോവാം. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ പോയി ചേർന്നിട്ടുണ്ട്. $100 കോടി കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ചേർന്നത്, ഏകദേശം 9,000 കോടി രൂപ. ആദ്യം തന്നെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ പോയിന്റിൽ ബിജുചേട്ടൻ പറയുന്നുണ്ട്, അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയ സംഘർഷം ഉണ്ടാകും. കാരണം ഈ ബോർഡ് ഓഫ് പീസിൽ പാകിസ്ഥാൻ പോയി ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സൈന്യം ഗാസയിലേക്ക് പോകേണ്ടി വരും. ഗാസയിലേക്ക് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യം അവിടെ നേരിടേണ്ടത് ഹമാസിനെയാണ്. അപ്പൊ ട്രംപ് ബുദ്ധിമാനാണ്. അസീം മുനീറിനെ വിളിച്ചിട്ട് ഒരു അത്താഴ വിരുന്ന് കൊടുത്തിട്ട് 9,000 കോടിയും രൂപ അങ്ങോട്ട് കൊടുത്തു. പാകിസ്ഥാന്റെ സൈന്യത്തെയും കൊണ്ട് അവിടെ ഇറക്കി. ഇനി അമേരിക്കൻ സൈന്യം അവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല, ഇസ്രായേൽ സൈന്യം അവിടെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ, രണ്ടും ടെററിസം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് ടെററിസ്റ്റുകൾ തമ്മിൽ തല്ലിച്ചത്തോളും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോഴിതാ തെഹ്രീക്കെ ഇൻസാഫ് ഇപ്പോ വലിയ പ്രതിഷേധമായിട്ട് തെരുവിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ അടവാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തെ കുരുതി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങിയിട്ടുണ്ട്. കൂനിന്മേൽ കുരു പോലെ ഇപ്പോൾ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു സൈനിക തന്ത്രത്തിന് രൂപം നൽകുന്നതായിട്ട് സൂചന എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ പഹൽഗാമിന് ശേഷം ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതിന്റെ ചർച്ചയിൽ തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വാർത്തകളൊക്കെ തട്ടിയും മുട്ടിയും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴിതാ ശത്രുവിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാന വ്യക്തികളെ തന്നെ ഇല്ലാതാക്കുന്ന ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്ക് എന്ന സൈനിക തന്ത്രത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പ്രധാന നേതൃത്വത്തിലുള്ളവർ ഇല്ലാതായാൽ സംഘർഷങ്ങളും പ്രകോപനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനാകും. നമ്മൾ അജിത് ഡോവൽ കലാപങ്ങളൊക്കെ അടിച്ച് അമർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രം, അതായത് 1,00,000 പേരുണ്ടെങ്കിലും തലവനെ തട്ടിക്കഴിഞ്ഞാൽ 1,00,000 പേരും ഡിഫ്യൂസ് ആയി പോകും, പിന്നെ അവന്മാര് പിരിഞ്ഞു പോകും എന്നുള്ളത് പോലെയാണ്. ഒരു വെടിയുണ്ടയും വേണ്ട, രക്തച്ചൊരിച്ചിലും വേണ്ട, ഒന്നും വേണ്ട. ആ ഒരു രീതിയാണ് നമ്മൾ കലാപങ്ങൾ ഇല്ലാതാക്കാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഈ ഡെക്കാപ്പിറ്റേഷൻ സ്ട്രൈക്ക് തലവന്മാരെ തട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇപ്പോൾ അസീം മുനീർ ആയിരിക്കും. അസീം മുനീർ പറഞ്ഞു കാണും, ഇങ്ങനൊരു ടെക്നിക്ക് അവന്മാർ പ്രയോഗിക്കാൻ പോവാണ്. മറ്റേ സന്ദേശത്തിലെ പൊതുവാൾജി ഉണ്ടല്ലോ, പൊതുവാൾജി മറ്റേ തല്ലാൻ വരുമ്പോൾ എല്ലാവരും എന്റെ ചുറ്റും നിൽക്കൂ എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, എല്ലാവരും നേതാവിനെ പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ ബങ്കറൊക്കെ തയ്യാറാക്കുമെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇന്ത്യക്കെതിരായ തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ ഇല്ലാതാക്കിയാൽ പെട്ടെന്ന് തന്നെ എതിരാളികളെ തളർത്താനാകും എന്നുള്ളതാണ് നമ്മുടെ നീക്കം. പക്ഷെ ഈ നീക്കത്തിന് നമുക്ക് പിന്തുണ നൽകുന്നത് ഇസ്രായേലാണ്. ഈ പുതിയ യുദ്ധതന്ത്രത്തിന്റെ പ്രധാന കരുത്ത് ഇസ്രായേൽ നിർമ്മിത അത്യാധുനിക സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളാണ്. പ്രത്യേകിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന റാംപേജ് സൂപ്പർസോണിക് മിസൈലുകൾ, സ്പൈസ് 1000, സ്പൈസ് 2000, പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ തുടങ്ങിയവ. 150 മുതൽ 250 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വിമാനങ്ങൾക്ക് അതിർത്തി കടക്കാതെ തന്നെ ശത്രുവിന്റെ ഭൂഗർഭ ബങ്കറുകളും കമാൻഡ് കേന്ദ്രങ്ങളും തകർക്കാൻ സാധിക്കും. അതിൽ ഇസ്രായേൽ അഗ്രഗണ്യരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറാനിലൊക്കെ കയറി ഇസ്മായിൽ ഹനിയെയൊക്കെ എങ്ങനെയാണ് വധിച്ചത് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പേജർ ആക്രമണം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് പാകിസ്ഥാന് ഒരു ഉൾക്കിടിലം കൊള്ളിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. ഇന്ത്യ ഇത്തരത്തിലൊരു ഇത് പ്രയോഗിക്കുമ്പോൾ, ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്? ഇത് ലോകത്ത് ഭംഗിയായിട്ട് ഇതുവരെ നടപ്പാക്കിയിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ഇസ്രായേലും. രണ്ടുപേരും രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അമേരിക്ക യൂസ് ചെയ്യുന്നത് ഡ്രോൺ അധിഷ്ഠിതമായിട്ടുള്ള അറ്റാക്കാണ്. നമ്മൾ കണ്ടതാണ് ഈ പാകിസ്ഥാനിലും മറ്റും ഒളിവിലിരിക്കുന്ന അൽ-ഖ്വയ്ദ നേതാക്കളെ ഒരു ഡ്രോൺ പറന്നു വന്ന് തല കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഡ്രോൺ അധിഷ്ഠിതമായ ഒരു സംവിധാനമാണ് അവർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ അങ്ങനെയല്ല, ഇസ്രായേൽ മറ്റൊരു രീതിയിലാണ്. നമുക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ സാങ്കേതിക സഹായത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിന്റെ ഇപ്പോഴുള്ള ആ ഒരു തന്ത്രവും നമ്മുടെ തന്ത്രവും ഏകദേശം സെയിം ആണ്. ഭൂപ്രകൃതി കൊണ്ടും സിറ്റുവേഷൻസ് കൊണ്ടും അമേരിക്കയുടേത് പോലെയല്ല. കാരണം ഇസ്രായേലും എന്താണ് ചെയ്യുന്നത്, ഗസയിലോ മറ്റും കടന്നു ചെന്നിട്ടില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് ഇത്തരത്തിലുള്ളവരെ കൊലപ്പെടും. നമുക്കും അതേ ഏരിയകൾ തന്നെയാണുള്ളത്. സ്ഥലം വേറെയാണെങ്കിലും ഏരിയകൾ തന്നെയാണ് നമുക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തന്ത്രം നമ്മൾ പോകുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുമായി ഇപ്പൊ ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലുള്ള ആയുധ കരാറുകൾ ഒപ്പുവെച്ചു. 66,000 കോടി രൂപയുടെ കരാർ ഒപ്പുവെച്ചു. മാർച്ചോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നുണ്ട് ഇന്ത്യയിൽ. ഒരു വലിയൊരു കരാർ പിന്നെ ഒപ്പുവെക്കുക. കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുകയാണ് അവരിപ്പോൾ ആയുധങ്ങളെല്ലാം.
ഇതിനകത്ത് ഈ പറയുന്ന ഡെക്കാപിറ്റേഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നമ്മൾ നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കാപിറ്റേഷൻ തന്നെയായിരുന്നു. അത് നമ്മൾ വേറൊരു തലത്തിലാണ് നടത്തിയത്. അത് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് കൃത്യമായി തന്നെ എത്ര ഭീകര കേന്ദ്രങ്ങളുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, അതിന് നമ്മൾ കൃത്യമായി തകർത്തു. ഇത് അങ്ങനെയല്ല. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കുറച്ചുകൂടെ വലിയ രീതിയിലുള്ള ഒരു സംഭവമാണെങ്കിൽ ഇത് അങ്ങനെയല്ല. ആ ഒരു വ്യക്തിയെ മാത്രം നോട്ടം വിട്ടാൽ മതി. മറ്റേ നമുക്ക് ഒരു കൂട്ടം ഭീകരന്മാരെയും ഭീകര കേന്ദ്രങ്ങളുമായിരുന്നെങ്കിൽ ഇത് അങ്ങനെയല്ല. ഈ ബങ്കറിലും മറ്റുമൊക്കെ ആയിരിക്കും കൂടുതൽ സമയത്ത് ഈ സൈനിക മേധാവികളോ ഇല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഭൂഗർഭ നിലയങ്ങളിലായിരിക്കും ഒളിച്ചിരിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള ആ ഭീകരരെ കൊല്ലാനുള്ള ഏറ്റവും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ആയുധങ്ങളുള്ള രാജ്യം ഇസ്രായേൽ തന്നെയാണ്. കാരണം അവർ പല വട്ടം അത് പ്രൂവ് ചെയ്യിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹിസ്ബുള്ളയുടെ മുല്ല നസറുള്ളയെ കൊലപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ആക്രമിച്ചുകൊണ്ടാണ്. അദ്ദേഹം 40 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഭൂഗർഭ നിലയിലായിരുന്നു. ആ കെട്ടിടത്തിൽ കൂടെ വളരെ സൂക്ഷ്മമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയി പൊട്ടുന്ന മിസൈൽ ബോംബുകൾ ഇട്ടുകൊണ്ടാണ് അവരിത് കൃത്യമായിട്ട് ചെയ്തത്. അതായത് ആ ബങ്കർ ബസ്റ്റർ, അതായത് ബങ്കർ ബസ്റ്റർ ഒന്നും പറയാൻ കഴിയില്ല, അത്രയും വീര്യം കൂടിയതല്ല. ആ ഒരു ഭാഗത്തിന് മാത്രം കംപ്ലൈന്റ് വരത്തക്ക രീതി 10 പേരെ കണ്ട് അദ്ദേഹത്തിനോടൊപ്പം തലവൻ ഹിസ്ബുള്ളയുടെ തലവനെ കൊല്ലുന്ന അങ്ങനെ 10 പേരുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പം കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാശ്മീരിലടക്കം കണ്ടു. ഈ 12000 അടി ഉയരത്തിലുള്ള ഭീകര ബങ്കറുകൾ നമ്മൾ തകർക്കുന്നത്. ഇപ്പൊ നമ്മൾ പുതിയൊരു സിസ്റ്റത്തിലേക്കാണ് പോയിരിക്കുന്നത്. പണ്ട് നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് ഇസ്രായേൽ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ബോംബുകൾ ഇതിലേക്ക് കടത്തിവിടും. അതായത് ഈ ബങ്കറുകള് ഗുഹകള് ഒക്കെ ഇത് പൊട്ടേണ്ടടത്തൊക്കെ ചെന്ന് കൃത്യമായി അകത്ത് കിടന്ന് പൊട്ടുകയും അതോടുകൂടി അവിടെ ഈ ടീമുകൾ തീരുകയും ചെയ്യുമായിരുന്നു. ഈ തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ ആവിഷ്കരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ സ്പൈസസ് 1000 സ്പൈസസ് 2000 തുടങ്ങിയ ആയുധങ്ങൾ ഉണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഈ GPS സംവിധാനത്തിലും ഒപ്പം തന്നെ ഇൻഷർ നാവിഗേഷൻ സിസ്റ്റത്തിലുമാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ വിമാനങ്ങളൊന്നും അതിർത്തി കടന്ന് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാം. 2026 നമ്മൾ 1000 പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളാണ് നമ്മുടെ സേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സേനയിലേക്ക് ചേരാൻ പോകുന്ന 1000 എണ്ണമാണ്. അതായത് ധനുഷ് പറഞ്ഞതാണ് കറക്റ്റ്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നാട്ടിൽ ഈ വലിയ ഇപ്പോഴല്ല, മുൻപ് ഈ വലിയ ബന്ധും ഹർത്താലൊക്കെ നടക്കുന്ന സമയത്ത് നേതാക്കന്മാരെ പോലീസ് കരുതൽ തടങ്കലിലായിട്ട് പിടിച്ചോണ്ട് പോകും. ഈ നേതാക്കന്മാരെ കരുതൽ തടങ്കലിൽ പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അണികളുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുക, പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ നടക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരെ തീർക്കുക എന്നുള്ളതാണ്. അപ്പം ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത കണക്ക് തന്നെ സിവിലിയന്മാർക്ക് കാഷ്വാലിറ്റി ഉണ്ടാകാതെ തന്നെ ഇതിന്റെ തലകളെ, അതായത് സൈനിക മേധാവികള്, ബുദ്ധി കേന്ദ്രങ്ങള്, പ്രഭവ കേന്ദ്രങ്ങള്, ഇവയെ കൃത്യമായിട്ട് തന്നെ തകർക്കാൻ കഴിയും നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ വരുന്നില്ല. നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ നട്ടെല്ലവർ ഓടിച്ചത് ഇസ്രായേല്. ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം അവർ ചോർത്തിക്കളഞ്ഞത് അവരുടെ തലവനെ ഇല്ലാതാക്കുന്നതോട് കൂടിയായിരുന്നു. തലവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വീമ്പിളക്കിയെടുത്ത് ആ തലവനെ കൊന്നു കഴിഞ്ഞതോടുകൂടി ഹിസ്ബുള്ള തകർന്നു. അവർ അടുത്തിട്ട് പതറിപ്പോയി. ഹനിയെ കൊന്നതോടുകൂടി ഹമാസിന്റെ എല്ലാ പ്രതീക്ഷകളും തീർന്നു. അതായത് ഇറാനിൽ പോയിട്ട് ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയിൽ താമസിക്കുകയായിരുന്ന ഹനിയെ അവിടെ പോയിട്ട് അവർ വളരെ എളുപ്പത്തിൽ തീർക്കുമ്പോൾ ശരിക്കും അത് ഹമാസിന്റെ ഒരു ആത്മവിശ്വാസത്തിനെയാണ് അത് ബാധിച്ചത്. കാരണം ഇത്രയും ഞങ്ങള് സേഫായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് അടിച്ചല്ലോ എന്നൊരു സംഭവമാണ്. അതുകൂടാതെ ഖത്തറിൽ ഈ അടുത്ത് അവർ അടിയടത്തിയില്ലേ. പക്ഷെ തലധാരഴക്കാണ് ആ മനുഷ്യൻ, ആ വിദ്വാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്, ആ ഭീകരൻ അവിടുന്ന് രക്ഷപ്പെട്ടത് തലധാരഴക്കാണ് നടത്തി. ഇപ്പൊ ഇത് ചെയ്യുന്നു അതുപോലെയായിരുന്നു. അപ്പം ഇതേ രീതിയിലാണ് ഇവരുടെ ഓരോരോ പോക്കുകളും പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിലവിൽ ഇന്ത്യ ആണോ എന്ന് നമുക്ക് അറിയില്ല, നമുക്ക് അറിയാതെ പറയാനും കഴിയില്ല. അജ്ഞാതൻ ഇപ്പൊ കൃത്യമായി തന്നെ ഈ പരിപാടികളൊക്കെ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അജ്ഞാതൻ ആരാണെന്ന് നമുക്കറിയില്ല, ഏതോ ഒരു അജ്ഞാതൻ കൃത്യമായി തന്നെ ഈ പണി ഇവിടെ ചെയ്യുമ്പോൾ ഈ മൊസാദൊക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ അജ്ഞാതനും ചെയ്യുന്നത്. ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്തിന് ആരാണ് കൊന്നതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന പട്ടാപ്പകല. രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോകുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറയാം. ഈ പട്ടാപ്പകൽ 2 മണി 12:30 ഈ സമയങ്ങളിലൊക്കെയാണ് ഈ അജ്ഞാതന്മാർ വരികയും പട്ടാപ്പകൽ വെടിവെച്ച് കൊല്ലുക, ഇല്ലെങ്കിൽ കഴുത്തറത്ത് കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഈ അജ്ഞാതം ചെയ്യുന്നത്. വളരെ ഇത് കാനഡയിലും സംഭവിച്ചിട്ടുണ്ട്. ഖാലിസ്ഥാൻ നേതാക്കന്മാരെയൊക്കെ ഇത്തരത്തിൽ കൊന്നിട്ടുണ്ട്. അതിപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള വൈഷ്ണവ സംഘം പറഞ്ഞ് ഞങ്ങളാണ് കൊന്നതെന്ന് പറഞ്ഞു. അതിപ്പോ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഓരോരുത്തരത് ഏറ്റെടുക്കാൻ കാണും. ഞങ്ങളാണ് കൊന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്.
ഏതായാലും അവിടെ അത് ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പഴയതുപോലെ അല്ല എന്ന് മറ്റു രാജ്യങ്ങളുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്ക് വലിയൊരു ശൃംഖല ഇങ്ങനെ തന്നെ ഉണ്ട്. ദുബായ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് അവർ ഈ മിഡിൽ ഈസ്റ്റിൽ അടക്കം അവരുടെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് UAE കേന്ദ്രമായിക്കൊണ്ടാണ് അവർ നടപ്പാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനികളെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് തെളിവില്ല, നമ്മുടെ രാജ്യം പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ നമ്മുടെ രാജ്യം അത് പറയാനും പോകുന്നില്ല. ഏതായാലും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ തന്നെ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് കൊല്ലുക എന്നുള്ളതാണ്. അതായത് ബങ്കറിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ബാങ്ക് ബസ്റ്റർ ബോംബുകളും മറ്റുമൊക്കെ വന്ന് കൃത്യമായി പുള്ളിയുടെ അടുത്തിരിക്കുന്നവർ മാത്രം കൊല്ലപ്പെടുന്ന ഒരു രീതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാണ് പാകിസ്ഥാന്റെ ഒരു സൈനിക തലവൻ മുനീർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അയാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സൈനികരുടെ ആത്മവീര്യം അവിടെ തീരുകയാണ്. തലവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇനി എന്താകും എന്ന് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ അവർക്ക് ഓടി ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ അവർ അവരുടെ സൈനിക താവളം വിട്ട് എത്ര പേര് ഓടി അവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞത്, സൈനികര്. അപ്പൊ പിന്നെ അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഇസ്രായേൽ മോഡലിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്.